Good afternoon, all. Good afternoon, Miss. Good afternoon, ma'am. Okay, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ദെൻ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് 10 minutes ടൈം തരാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ പഠിച്ചു. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറുകള് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. ഇനി വളരെ ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇനി എടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആണ് അവസാനിപ്പിച്ചത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഏതൊക്കെയാണ് വരുന്നതെന്നാണ് അല്ലെ. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, ദെൻ MIC. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ? ലാസ്റ്റ് ക്ലാസ്സിൽ എയർ ട്രാൻസ്പോർട്ട് വായിച്ചായിരുന്നോ? റെസ്പോണ്ട് ചെയ്യണേ, ചോദിക്കണേ കമന്റ് ആയിട്ടോ. ഓക്കെ, വായിച്ചിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ബാച്ചിന് എയർ ട്രാൻസ്പോർട്ട് വരെ എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് നോക്കി. ഇത് എയർ ട്രാൻസ്പോർട്ട് ഒന്ന് വായിക്കാം. The use of air transport has been increasing in developed countries because of advantages of swift transport by including specialized medical care. There has been an improved prognosis of patients with trauma, severe myocardial infarction, and severe stroke, owing to rapid provision of suitable medical care by the use of air transport. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും എയർ ട്രാൻസ്പോർട്ട് പ്രത്യേകമായിട്ടും ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് മെയിൻ ആയിട്ട് ഡെവലപ്ഡ് കൺട്രീസിലാണ് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് വരുന്നത് കൂടുതലായിട്ടും. ദെൻ ട്രോമ പേഷ്യൻസിന്, ദെൻ സെർവർ, അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്താ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ തന്നെ ഒരു ഭാഗമാണ് ഈ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാർട്ട് അറ്റാക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ മേജർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള കേസസുകൾ, സ്ട്രോക്ക് വരിക, അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, എയർ ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ആയിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് the patients who are more likely to get benefit from air transport are. ഇനി ഏതെല്ലാം പേഷ്യൻസിനാണ് കൂടുതലായിട്ടും ഈ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ആർക്കൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ട് കൊണ്ടുള്ള ഗുണം ലഭിക്കുക. ഇവിടെ കുറച്ച് മെഡിക്കൽ ടേമുകൾ കുറച്ച് വരുന്നുണ്ട്, കുറച്ച് ഡിസീസസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബുദ്ധിമുട്ടാണെന്നെല്ലാം പറഞ്ഞത് ഞാൻ മുൻകൂട്ടി പറയുകയാണ്. വലിയ ബുദ്ധിമുട്ടില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രം. ആ ടേമുകളൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ടേമുകൾ നമുക്ക് മാറ്റി പഠിക്കാൻ പറ്റില്ല, ആ സെയിം ടേം തന്നെ പഠിക്കണം. പക്ഷെ എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പാടാണെന്ന് വിചാരിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. ഈ ഒരു സെക്ഷനിൽ കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വേർഡ്സുകളും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് മീനിങ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് patient with severe trauma, penetrating chest injuries, multi-system injuries, crush injuries, or patient with unstable vital signs. നോക്കാം, എന്താണ് ട്രോമ പേഷ്യൻസ് എന്ന് നമുക്കറിയാം അല്ലെ. വലിയ വീഴ്ചകളോ ആഘാതങ്ങളോ ഒക്കെ വന്ന പേഷ്യൻസ് ആണ് ട്രോമ പേഷ്യന്റ്. പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്, എന്താണ് പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്? കേട്ടിട്ടുണ്ടോ? പെനേട്രേറ്റിംഗ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. പെനേട്രേറ്റിംഗ് ആർക്കും അറിയില്ല? ആദ്യമായിട്ട് കേൾക്കുകയാണോ? പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്. ഓക്കെ, അത് വേറൊന്നുമല്ല, നെഞ്ചിലേക്ക് ആഴത്തിൽ തുളച്ചു കയറുന്ന മുറിവുകൾ എന്നൊക്കെ പറയില്ലേ. ഇപ്പോ നമുക്കറിയാം ആക്സിഡന്റ് കേസസിലൊക്കെ ഇതുപോലെ ഈ നമ്മള് ഇപ്പൊ നട്ടല് അല്ലെങ്കിൽ എല്ലൊടിഞ്ഞ ഉള്ളിൽ തറച്ചു കയറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന തരത്തിലുള്ള ഇഞ്ചുറീസിനെയാണ് പെനേട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാ, മുകളിലൊന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. നെഞ്ചിൽ തുളച്ചു കയറുന്ന മുറിവുകൾ കേട്ടോ, അത്രേ ഉള്ളൂ. അറിയാത്തവരൊന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ.
ഇപ്പൊ ബുള്ളറ്റ് എക്സാമ്പിൾ പറയാം. ബുള്ളറ്റിന്റെ ഇതൊക്കെ എക്സാമ്പിൾ പറയാം. വെടി ഉണ്ടാക്കാൻ നെഞ്ചിലേക്ക് തുളച്ച് കയറില്ലേ, നെഞ്ചിലേക്ക് തുളച്ച് കയറുന്ന തരത്തിലുള്ള ഇഞ്ചുറീസ്. ഓക്കെ, ദെൻ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്, വേറെ പലതരത്തിൽ വരുന്ന ഇഞ്ചുറീസുകൾ. ക്രഷ് ഇഞ്ചുറീസ്. എന്താ ക്രഷ് ഇഞ്ചുറീസ്? ക്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ക്രഷ് ചെയ്യുക എന്ന് പറയില്ലേ നമ്മള്? ക്രഷ് ചെയ്തിടാനൊക്കെ പറയില്ലേ? കുക്ക് ചെയ്യുമ്പോ ക്രഷ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താ ക്രഷ്? ക്രഷ് ചെയ്യുക, ചതയ്ക്കുക അല്ലെ? അതൊക്കെ കിട്ടിയത് എല്ലാവർക്കും. പൊടിക്കുക എന്ന് പറഞ്ഞില്ല, ചതയ്ക്കുക എന്നുള്ളത് പറയാം കേട്ടോ. മീൻസ് ചതവുകളൊക്കെ പറയില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഇടയിൽ പെട്ടുപോവുക, ആക്സിഡൻസിൽ തന്നെ ഇടിച്ചിങ്ങനെ ചതഞ്ഞു പോവുക എന്നൊക്കെ പറയില്ലേ? അതിനെയാണ് നമ്മൾ ക്രഷ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ചതവുകൾ കേട്ടോ. or patient with unstable signs. അൺസ്റ്റേബിൾ ആയിട്ടുള്ള സയൻസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും മാരക തരത്തിലുള്ള രോഗ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ. ഇപ്പൊ ബ്ലഡ് ഛർദിക്കുക അങ്ങനെയുള്ള ഭയങ്കര മാരകമായിട്ടുള്ള സയൻസ് ഒക്കെ സിംറ്റംസുകൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മളിവിടെ പുതിയതായിട്ട് പഠിച്ചു. ട്രോമ നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. പെനട്രിങ് ചെസ്റ്റ് ഇഞ്ചറി, അതായത് നെഞ്ചിനുള്ളിലേക്ക് തുളച്ചു കയറുന്ന അത്തരത്തിലുള്ള മുറിവുകൾ. മൾട്ടി സിസ്റ്റം ഇഞ്ചറീസ്, മറ്റു തരത്തിലുള്ള ഇഞ്ചറീസുകൾ. ക്രഷ് ഇഞ്ചറി മീൻസ് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഇടയിൽപ്പെട്ട് ചതവുകൾ സംഭവിക്കുന്നത്. അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ്, മറ്റു മാരകസുഖങ്ങളുടെയൊക്കെ ലക്ഷണങ്ങൾ. അപ്പൊ ഇത്രയും പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആയോ? കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആയില്ലേ? അറിയാത്തതൊക്കെ എഴുതിയിട്ടല്ലോ? ഓക്കെ. സെക്കൻഡ് നോക്കാം. Patient with acute coronary syndrome in crucial need of revascularization procedure, cardiac tamponade with hemodynamic compromise, cardiogenic shock, in need of intra-aortic balloon pump or other assist device. കുറച്ച് അസുഖങ്ങളുടെ പേരാണ് കേട്ടോ പറഞ്ഞത്. കണ്ടപ്പോ ആരും പേടിച്ചൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ കേൾക്കാത്തതാണ് അല്ലെ? കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ്, പക്ഷെ അത് ഓരോരോ അസുഖങ്ങളാണ്, ഓരോ ഡിസീസസ് ആണ് കേട്ടോ. അത് എന്താണെന്ന് നമുക്ക് ഓരോന്ന് പയ്യെ പഠിക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം പേര് കേട്ട് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ, കുഴപ്പമില്ല. നമുക്കത് സംഭവം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നോക്കാം. അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കണോ? ഓക്കെ, എല്ലാവരും ഡിസീസസിന്റെ പേരുകളൊക്കെ കേട്ട് മനസ്സിലടിച്ചിരിക്കണമെന്ന് അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ കൊറോണറി ധമനികൾ, അത് കേട്ടിട്ടുണ്ടോ? കൊറോണറി ധമനികൾ നമ്മളെ കുഞ്ഞു ക്ലാസ്സിൽ ബയോളജിയൊക്കെ പഠിച്ചു കാണും. പണ്ട് എവിടെയോ പഠിച്ചത് ഓർമ്മയ്ക്ക് ഉണ്ടാവട്ടെ, അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം മീൻസ് അതായത് കൊറോണറി ധമനികളിൽ നമ്മളുടെ ഈ രക്തധമനികളില്ലേ അവിടെയുള്ള രക്തയോട്ടം കുറയുന്നതിനാണ് നമ്മുടെ ഹൃദയ പേശിക്കുള്ളിൽ കുറച്ചു പേർക്കൊക്കെ അറിയാട്ടാ, പഴയ കാര്യങ്ങളൊക്കെ പൊടിതൊക്കെ എടുക്കുന്നുണ്ട്. കമന്റിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ കൊറോണറി ധമനികളിൽ രക്തയോട്ടം കുറയുമ്പോൾ അല്ലെ, രക്തയോട്ടം കുറയുമ്പോൾ ഹൃദയ പേശികളുടെ ഒരു ഭാഗം ചിലപ്പോൾ അത് ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ രക്തധമനികളിൽ രക്തയോട്ടം കുറയുമ്പോൾ എന്ത് പറ്റും? ഹൃദയ പേശികളിലെ പ്രവർത്തനം കുറയുന്നു, അല്ലെങ്കിൽ പേശി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത്രയും വലിയ പേര് കേട്ട് പേടിക്കണ്ട. രക്തയോട്ടം കുറയുമ്പോൾ സംഭവിക്കുന്ന ഹൃദയത്തിന്റെ ഒരു എന്താ പറയാ പ്രവർത്തനം ഇത്തിരി കുറയുന്നതിനെയാണ് എന്ത് പറയുക? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. ഇനി അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചുവേദന, അല്ലെങ്കിൽ ഇടത്തെ തോളിന്റെ സൈഡിലെ വേദന, അതൊക്കെയാണ്. അതൊന്നും നമ്മൾ പഠിക്കണ്ട, നമ്മൾ ആ ടൈം മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. സംഭവം എന്താണെന്ന് പറഞ്ഞിരിക്കാം. ഇപ്പൊ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഓക്കെ ആയോ? മനസ്സിലായില്ലേ? വലിയ പേര് കേൾക്കുന്ന അത്രയും വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം നോക്കി കേട്ടോ. ഇനി അടുത്തത് എന്താണ്? റിവാസ്കുലറൈസേഷൻ. അത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? റിവാസ്കുലറൈസേഷൻ. ഓക്കെ, ഇനി റിവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്കൊക്കെ ബ്ലോക്കുകളൊക്കെ ബാധിക്കും. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ? അതെല്ലാവരും കേട്ട് കാണുമല്ലോ, കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് ബാധിച്ച ഒരു ശരീരഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ആ ബ്ലോക്ക് ഒക്കെ മാറ്റി ക്ലിയർ ആയിട്ട് ബ്ലഡ് ഫ്ലോയിനൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു പ്രോസസ് ആണ്
റിവാസ്കുലറൈസേഷൻ പ്രോസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന മാർഗങ്ങളാണ് ഈ ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം തുടങ്ങിയവ. ക്ലിക്കായോ? റിവാസ്കുലറൈസേഷൻ മനസ്സിലായോ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ അവയവങ്ങളിലോ ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ അതൊക്കെ മാറ്റി ബ്ലഡ് സർക്കുലേഷൻ നല്ല ഫ്ലോയിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവാസ്കുലറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നതാണ് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ, അപ്പോ എന്താ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം പഠിച്ചു, റിവാസ്കുലറൈസേഷൻ പഠിച്ചോ? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണെന്ന് അറിഞ്ഞിരിക്കുക, അത്ര മാത്രം കേട്ടോ. ഓക്കെ, അതായത് റിവാസ്കുലറേഷൻ ഒന്നും കൂടി പറയാം. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഇതുപോലെ രക്തയോട്ടം നിലയ്ക്കുകയോ അങ്ങനെ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്മൂത്ത് ആയിട്ട് ആ ഒരു ബ്ലഡിന്റെ സർക്കുലേഷൻ ഒക്കെ ഫ്ലോ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് റിവാസ്കുലറൈസേഷൻ. അതിനുവേണ്ടി ചെയ്യുന്ന മെത്തേഡുകളാണ് നമ്മൾ ഈ പറഞ്ഞ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയും. ഓക്കെ, ഈ ഒരു കുഞ്ഞു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. പിന്നെ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. ഒരു ചെറിയ സെക്ഷനിൽ കുറച്ച് പേരുകളും വന്നതുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കിയ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഏറ്റവും മാക്സിമം ടീച്ചർ ഷോർട്ട് ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞിട്ട്? മനസ്സിലാകുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ബാക്കി ആരും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. എല്ലാവരും ഉറക്കത്തിലാണോ? ലാസ്റ്റ് ക്ലാസ് ആയപ്പോ നിങ്ങൾക്ക് ബോറായി തുടങ്ങിയോ? ഓക്കെ, അപ്പൊ റിവാസ്കുലറേഷൻ പറഞ്ഞു അല്ലെ. ദെൻ കാർഡിയാക് ടെമ്പോണേറ്റ്. ഇത് കാർഡിയാക് ടെമ്പോണേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡിയാക് ടെമ്പോണേറ്റ് മീൻസ് കാർഡിയാക് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ഡിസീസസ് ആണല്ലോ. സോ കാർഡിയാക് ടെമ്പോണേറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാത്ത ഒരു സിറ്റുവേഷൻ. അതാണ് കാർഡിയാക് ടെമ്പോണേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പെരിക്കാർഡിയത്തില് ഫ്ലൂയിഡുകൾ നിറയുന്ന ഒരവസ്ഥ. കുഞ്ഞു ക്ലാസ്സില് എനിക്ക് തോന്നുന്നു 9th 10th വെച്ചൊക്കെ ആയിരിക്കും ഇതൊക്കെ പഠിച്ചിരിക്കുന്നത്. പെരിക്കാർഡിയം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? അപ്പൊ എവിടെയെങ്കിലും പെരിക്കാർഡിയത്തില് ഫ്ലൂയിഡുകൾ നിറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാർഡിയക് ടെമ്പോണേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. അതൊരു ഹാർട്ട് ഡിസീസസ് ആണെന്ന് മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. നമ്മള് കുറെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഇവിടെ കേട്ടോ. നമുക്ക് അത്യാവശ്യം വേണ്ടത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചാൽ മതി. ഓവറായിട്ടൊന്നും ആരും പഠിക്കണ്ട കേട്ടോ. Then ഹീമോഡൈനാമിക്. ഹീമോഡൈനാമിക് മീൻസ് എന്താണ്? ഹീമോഗ്ലോബിൻ മീൻസ് എന്താണ്? ബ്ലഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഹീമോഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബ്ലഡിന്റെ എന്താ മീൻസ് രക്തയോട്ടത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ ആണ് ഹീമോഡൈനാമിക് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ്. എന്താ അയോട്ടിക് ബലൂൺ പമ്പ്? കാർഡിയോജനറ്റിക് ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാർഡിയോജനറ്റിക് ഷോക്ക്? അത് കേട്ടിട്ടുണ്ടോ? കാർഡിയോജനറ്റിക് ഷോക്ക് അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് ഈ തകരാറിലേക്ക് ആവില്ലേ? ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലായതിനാൽ രക്തപ്രവാഹത്തിന്റെ ഒരു അപര്യാപ്തത കുറവ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കാർഡിയോജനറ്റിക് ഷോക്ക്. അതൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഡിസീസസ് ആണ്. ദെൻ എയറോട്ടിക് ബലൂൺ പമ്പ്. ഇനി എന്താണ് എയറോട്ടിക് ബലൂൺ പമ്പ്? അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. എന്താണെന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. എയറോട്ടിക് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയാഘാതം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹൃദയത്തിന്റെ ഹമ്പിങ് വർദ്ധിപ്പിക്കുമ്പോൾ ഒരേ സമയത്ത് ഈ മയോകാർഡിയൽ ഓക്സിജനും പെർഫ്യൂഷനും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നമ്മളുടെ ഹാർട്ടിൽ ഫിറ്റ് ചെയ്യുന്ന ചെറിയൊരു ഉപകരണമാണ്. അതായത് പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ആ ഒരു എന്താ ഹൃദയമിടിപ്പ് എന്ന് പറയില്ലേ, അത് നല്ല രീതിയിൽ ഇപ്പൊ പേസ് മേക്കർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു ഉപകരണം, അതുപോലത്തെ തന്നെ ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് എയറോട്ടിക് ബലൂൺ പമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൃദയാഘാതം വർദ്ധിപ്പിക്കുമ്പോൾ ഈ എന്താ പറയാ ഓക്സിജന്റെ ലെവലിൽ പെർഫ്യൂഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു ഉപകരണമാണ് എയറോട്ടിക് ബലൂൺ പമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്. ആ ജസ്റ്റ് ആർക്കൊക്കെയാണ് ഈ എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റബിൾ ആയിട്ടുള്ളതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാണ്ട് ഈ ഒരു ഡിസീസസിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഈ ഒരു ഡിസീസസ് വരുന്നവർക്ക് ഇത് പ്രയോജനകരം ആണ് എന്നുള്ളത് മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് നമുക്ക് കേൾക്കാത്ത കുറെ ഡിസീസസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി പറയാം. നെക്സ്റ്റ് പോയിന്റ്, പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെ. നമ്മൾ കൂടുതലായിട്ടും കാർഡിയോജനറ്റിക് ഷോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്
ഹൃദയപ്രവർത്തനം തകരാറിലായതിനാൽ രക്തപ്രവാഹത്തിൽ ഒരു അപര്യാപ്തത. രക്തത്തിന് നല്ല രീതിയിൽ രക്തോട്ടം ഉണ്ടെങ്കിലേ ഹൃദയപ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ രക്തത്തിന്റെ അഭാവം മൂലം ഹൃദയപ്രവർത്തനത്തിലെ ഒരു സ്മൂത്ത് ആയിട്ട് നടക്കാത്തൊരു അവസ്ഥ. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. അപ്പൊ നമ്മൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് മോസ്റ്റ്ലി നമ്മൾ കണ്ടിരിക്കുന്ന എയർ ട്രാൻസ്പോർട്ട് കൂടുതലും എന്താണ്, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആണ് അല്ലെ. നമ്മള് ഫിലിമിലും അല്ലാണ്ടും ന്യൂസിലും മറ്റും വാർത്തയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്? എപ്പോഴും എങ്ങനെയായിരിക്കും? ഹെലികോപ്റ്ററിലൊക്കെ അല്ലേ? ആണോ? അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഓക്കെ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്? അത്ര ടൈം പെട്ടെന്ന് തന്നെ ഒരു ബ്ലോക്കും മറ്റു കാര്യങ്ങളൊന്നും കിട്ടാതെ ഇന്ന ടൈമിനുള്ളിൽ, ഇപ്പോൾ ഹൃദയം മറ്റു ശസ്ത്രക്രിയയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് അറിയാം ആ കറക്റ്റ് ടൈമിനുള്ളിൽ തന്നെ ഇത് ചെയ്യണം അല്ലെ, എങ്കിൽ മാത്രമേ അത് സക്സസ് ആകുള്ളൂ. സോ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്രിട്ടിക്കലി ഈ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യന്റ്, ക്രിട്ടിക്കലി ഭയങ്കര ഒരു സിറ്റുവേഷൻ മോശമായിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ മേജർ സർജറി ഒക്കെ നടന്ന പേഷ്യൻസിനും നമ്മൾ ചിലപ്പോൾ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ചെറിയ സർജറി അല്ല, മേജർ ആയിട്ടുള്ള സർജറീസ് നടന്ന പേഷ്യൻസിനും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. മോസ്റ്റ്ലി കോമൺ ആയിട്ട് എപ്പോഴും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് ആയിരിക്കും. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇവിടെ പേരുകൾ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ബുദ്ധിമുട്ടല്ല, നിങ്ങൾ ഇതിപ്പോ മനസ്സിലായില്ലേ? നെക്സ്റ്റ് നോക്കാം. അക്കംപൈനിങ് ദ പേഷ്യന്റ്. എന്താണ് അക്കംപൈനിങ്? അക്കംപൈനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്കംപൈനിങ് ദ പേഷ്യന്റ്, അക്കംപൈനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അക്കംപൈനിങ്? ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അനുഗമിക്കുക, കൂടെ ഒക്കെ എല്ലാം ചെയ്യണം കേട്ടോ. മീൻസ് നമ്മളൊന്ന് കൂടെ പോകുക എന്നൊക്കെ പറയില്ലേ, നമ്മളൊരു കമ്പനിക്ക് പോകാനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുമല്ലേ അല്ലെ. അപ്പൊ ഇപ്പൊ കമ്പനിക്ക് പോകുന്നല്ലോ കൂടെ പോകുന്ന അല്ലെങ്കിൽ അനുഗമിക്കുന്ന എന്നുള്ളൊരു അർത്ഥമാണ്. നോക്കാം. It is normally suggested to have at least 2 professional personnel accompanying the patient to be shifted. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 പ്രൊഫഷണൽ പേഴ്സണൽ അക്കമ്പനിങ് ചെയ്യണം. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള 2 നഴ്സുമാര് കൂടെ ഉണ്ടായിരിക്കണം ഷിഫ്റ്റിംഗ് ടൈമില്. The care needed by each patient in course of transfer relies on the level of patient critical care dependency and correspondingly are divided into. അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 പ്രൊഫഷണൽ സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഇനി നമുക്കറിയാം രോഗിക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു പരിചരണം രോഗിയുടെ ആ ഒരു ക്രിട്ടിക്കൽ കെയറിനെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു പരിചരണമാണ് രോഗിക്ക് നൽകേണ്ടത്. ഇനി പറയുന്നത് രോഗി ഏതൊക്കെ ലെവലിലാണെന്നാണ് നമ്മളോട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് 4 ലെവലാണ് രോഗികൾ വരുന്നത്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ഇത് നിങ്ങള് മീനിങ് ഞാൻ മാക്സിമം എളുപ്പത്തിലാണ് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. സോ ആ മീനിങ് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പോകാൻ പറ്റുന്നതാണ് ഈ 4 ലെവലുകളും. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യാ മനസ്സിലാക്കാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം ലെവൽ 0. നിങ്ങൾ കുറെ ഒന്നും വായിച്ച് അതുപോലെ തന്നെ എക്സാക്ട് പോയിന്റ് അങ്ങനെ പഠിക്കണ്ട. നിങ്ങൾ മലയാളം മനസ്സിലാക്കുക, അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ലെവൽ 0 നമുക്ക് നോക്കാം. ലെവൽ 0 it consists of the patient who can be managed at the ward level of a ward in a hospital and are normally not needed to be accompanied by any specialized personnel. ഇവിടെ പറയുന്നത് ലെവൽ 0 എന്ന് പറയുമ്പോ നമുക്ക് ആ സംഖ്യ പറയുന്നത് പോലെ തന്നെ എടുത്തെടുത്ത് പോകാം. 0 പറയുന്നത് അവിടെ നോർമൽ ആയിട്ടുള്ള ഒരു വാർഡ് ലെവലിൽ വരുന്ന പേഷ്യൻസ് ഒക്കെയാണ് വരുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആയിരിക്കും ലെവൽ 0 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നോട്ട് നീഡഡ് ടു ബി അക്കംപൈൻഡ് ബൈ എനി സ്പെഷ്യലൈസ്ഡ് പേഴ്സണൽ. അപ്പോ ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണൽ പോകേണ്ട കാര്യമൊന്നും അവിടെ വരുന്നില്ല. കാരണം എന്താണ്, ആള് ക്രിട്ടിക്കലൊന്നും ഇല്ല, വലിയ പ്രശ്നമൊന്നും ഇല്ല. നോർമലി ഒരു വാർഡ് ലെവലിൽ നിന്ന് ചിലപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതിനാല് നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ആംബുലൻസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക പോകാനായിട്ട്. അപ്പോ ആ റിലേറ്റീവ്സിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ, കാരണം വേറെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ആ ലെവലാണ് ലെവൽ 0 എന്ന് ഉദ്ദേശിക്കുന്നത്. ലെവൽ 0 ഓക്കെ ആയോ? ക്ലിയർ ആയോ? നോർമൽ ഒരു പേഷ്യന്റ് ആണ്, കൂടെ അക്കമ്പൈൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, 0 കഴിഞ്ഞില്ലേ?
സെക്കൻഡ് വൺ നോക്കാം. ലെവൽ 1. ലെവൽ 1 വരുമ്പോൾ സീറോയിലും കുറച്ച് വ്യത്യാസം കാണുമല്ലോ. എന്താ വ്യത്യാസം നോക്കാം. It consists of those patients who are at deteriorating condition in the course of the transfer, but can be managed in an acute ward setting by the support of critical care team. This usually should be accompanied by a paramedical unit. UI means unit എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പാരാമെഡിക്കൽ യൂണിറ്റ്, a trained nurse. അപ്പോ ലെവൽ 1 വരുന്നത്. ലെവൽ 0 ആരായിരുന്നു? നോർമൽ പേഴ്സൺ ആണ്, വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആണ്. അതിനാല് എന്താണ്, ഒരു സ്പെഷ്യലൈസ്ഡ് ആരും കൂടെ പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല 0. പക്ഷെ 1 വന്നപ്പോൾ നോക്കാം. 1 വന്നപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടോ. Who are deteriorating condition. എന്താണ് deteriorating condition means? Deteriorating condition. Deteriorating condition മനസ്സിലായോ? എന്താ മീനിങ് അറിയോ? ഇല്ല, അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതായത് കണ്ടീഷൻ മോശമാകുന്ന, വഷളാകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, കോംപ്ലിക്കേറ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. അതായത് ഇപ്പൊ പോകുന്ന വഴിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പോകുന്ന വേളയിൽ കണ്ടീഷൻ മോശമാകും എന്നുള്ള തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ലെവൽ 1 പറയുന്നത്. സോ അതിനാൽ തന്നെ അവര് മാനേജ് ചെയ്യാനായിട്ട് ഒരു അക്യൂട്ട് വാർഡ് സെറ്റിംഗ് ബൈ ഒരു സപ്പോർട്ട്, ഒരു ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോ അവിടെ ഒരു പാരാമെഡിക്കൽ യൂണിറ്റ് ട്രെയിനഡ് നഴ്സ് അത്യാവശ്യമാണ്. പാരാമെഡിക് യൂണിറ്റ് ട്രെയിനഡ് നഴ്സ് അത്യാവശ്യം ആണ്. അതാണ് ലെവൽ 1 പറയുന്നത്. ഓക്കെ, അപ്പോ 0 പറഞ്ഞു നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അവിടെ അക്കംപൈനിങ്ങിന്റെ ആവശ്യം ഒന്നും വരുന്നില്ല. ലെവൽ 1 പറയുന്നത് എന്താണ്, പോകുന്ന സമയത്ത് ട്രാൻസ്ഫർ വേളയിൽ എന്തെങ്കിലും കണ്ടീഷൻ കോംപ്ലിക്കേറ്റഡ് ഉണ്ടാകുന്ന പേഷ്യൻസ് ആണ്. സോ അതിനാൽ തന്നെ ഒരു പാരാമെഡിക്കൽ നഴ്സിന്റെ ആവശ്യം ഉണ്ട്. അപ്പൊ ഒരു പാരാമെഡിക്കൽ യൂണിറ്റ് സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യുക, അക്കംപൈൻ ചെയ്യുക. ഓക്കെ, 0 and 1 ഓക്കെ ആയോ? ക്ലിയർ ആയോ? 0 and 1 പഠിച്ചില്ലേ? പഠിച്ചോ? റെസ്പോൺസ് ഇല്ലാലോ, മനസ്സിലായോ? 0 ഉം 1 ഉം ഓക്കെ. ഇനി 2 പറയാട്ടോ. 2 നമുക്ക് അപ്പൊ അടുത്ത സിറ്റുവേഷൻ മാറിയട്ടോ. ലെവൽ 2 നോക്കാം. It consists of patients who are in need of observation or intervention for failure of single organ system. Underline ചെയ്യാ, single organ system underline ചെയ്യണോട്ടോ എല്ലാവരും. Single organ system and how to be accompanied by trained important ആണ് കേട്ടോ. ഞാൻ പറയുന്നതിനോട് ഞാൻ വായിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ഓരോന്നും അണ്ടർലൈൻ ചെയ്യൂ അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കൂ അല്ലെ. അപ്പൊ ചെയ്യാനൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ സിംഗിൾ ഓർഗൻ സിസ്റ്റം, ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എന്താണ് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് വഴിയെ പറയാം, നോക്കാം. അപ്പൊ ലെവൽ 2 ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് who are in need of observation or intervention for failure of single organ system and have to be accompanied by trained and proficient personnel. അപ്പൊ ലെവൽ 2 കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടോ. ലെവൽ 2 പറയുന്നത് ഒബ്സർവേഷനും ഇന്റർവെൻഷനും ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണ്. കൂടാതെ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം, ഏതെങ്കിലും ഒരു ഓർഗൻസിന്റെ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും ലെവൽ 2 വരുന്നത്. സോ അതിനാൽ എന്താണ്, അവർക്ക് ഒബ്സർവേഷൻ ആവശ്യമാണ്. സിംഗിൾ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ലെവൽ 2 വരുന്നതാണ് സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ക്ലിയർ ആയോ? ലെവൽ 3 നോക്കാം. അപ്പൊ നമ്മൾക്ക് അത് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ലെവൽ 3 നോക്കിക്കോളൂ കേട്ടോ. ലെവൽ 3 വരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യന്റ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ. റെസ്പിറേറ്ററി കെയർ, ശ്വസന പ്രവർത്തനങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസുകൾ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് two failing organ system. അണ്ടർലൈൻ ചെയ്യാ, 2 failing organ system അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. സിംഗിൾ ഓർഗൻ സിസ്റ്റം അണ്ടർലൈൻ ചെയ്തില്ലേ, അതുപോലെ അടുത്ത പോയിന്റില് 2 failing organ system. ലെവൽ 2 നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ലെവൽ 2 പറഞ്ഞത്. സോ അതിനാൽ അവർക്ക് ഒബ്സർവേഷൻ ആവശ്യമാണ്. അതിനാൽ എന്ത് വേണം, ഒരു ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണലിന്റെ ആവശ്യമുണ്ട്. ഇനി ലെവൽ 3 പറയുന്നത്
നമ്മൾക്ക് ശ്വാസത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാര്, അതുപോലെ ഏതെങ്കിലും 2 ഓർഗൻ ഫെയിലിയർ ആയിരിക്കും. ലെവൽ 2 ഒരു ഓർഗൻ സിംഗിൾ ഓർഗൻ ആണ്. പക്ഷെ ലെവൽ 3 വന്നപ്പോ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി അല്ലെ. അപ്പൊ അവിടെ എന്താണ് 2 ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതിനാൽ തന്നെ ആരൊക്കെയാണ് അവിടെ അക്കംപൈൻ ചെയ്യേണ്ടത്? ഡോക്ടർ അലോങ് വിത്ത് എ നേഴ്സ് ആൻഡ് പാരാമെഡിക്കൽ. ഒരു ഡോക്ടർ വേണം, ഒരു നേഴ്സ് വേണം, ഒരു പാരാമെഡിക്കൽ കൂടി വേണം. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം കേട്ടോ ഓരോ ലെവൽസും. ലെവൽ 0 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോർമൽ പേഴ്സൺ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അക്കംപൈൻഡ് പേഴ്സന്റെ ആവശ്യമില്ല. ലെവൽ 1 പറയുന്നത് എന്താണ്? ഡിറ്ററേറ്ററി കണ്ടീഷൻ. കണ്ടീഷൻ പോകുന്ന സമയത്ത് കണ്ടീഷൻ മോശമാകുന്ന പേഷ്യൻസ് ആണ് ലെവൽ 1 പറയുന്നത്. സോ അതുകൊണ്ട് ഒരു പാരാമെഡിക്, ഒരു നഴ്സിന് ആവശ്യമാണ്. ലെവൽ 2 പറയുന്നത് എന്താണ്? സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യന്റ് ആണ് ലെവൽ 2 വരുന്നത്. സോ അവിടെയും ഒരു ട്രെയിൻഡ് നഴ്സിന്റെ ആവശ്യം ഉണ്ട്. ലെവൽ 3 എത്തുമ്പോൾ 2 ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യന്റ് ആണ് വരുന്നത്. സോ അതിനാൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് ലെവൽ 3 എന്ന് പറയുന്നത്. അതിനാൽ ഒരു ഡോക്ടർ വേണം, ഒരു നേഴ്സ് വേണം, ഒരു പാരാമെഡിക്കും വേണം. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ഷോർട്ട് ആക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആണോ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിട്ട്? ഇനി മനസ്സിലാകാത്തത് ആർക്കൊക്കെയാ? ഇനിയും ഇത്രയും മാക്സിമം ഷോർട്ട് ആക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, ഒന്നും കൂടി പറയാം. ലെവൽ 0 എന്ന് ഉദ്ദേശിക്കുന്നത് ലെവൽ 0 ലെവൽ 0 നോർമൽ പേഴ്സൺ ആണ്. നിങ്ങൾ ഞാൻ പറയുന്ന അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കൂ. നിങ്ങൾ എല്ലാവർക്കും ഒന്ന് പഠിക്കണ്ട കേട്ടോ. ലെവൽ 0 നോർമൽ പേഷ്യന്റ് ആണ്. അതുപോലെ സോ അതുകൊണ്ട് നമ്മൾ അക്കംപൈൻ ചെയ്ത് ആരും കൂടെ പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ലെവൽ 1 വരുമ്പോൾ ഇത്രയും കൂടി കണ്ടീഷൻ പോകുന്ന വേളയിൽ കണ്ടീഷൻ മോശമാകുന്ന തരത്തിലുള്ള പേഷ്യൻസ് ആണ് വരുന്നത്. സോ ഒരു പാരാമെഡിക് നേഴ്സിന്റെ ആവശ്യമുണ്ട്. ലെവൽ 2 പറയുന്നത് സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ഓക്കെ, ലെവൽ 2 സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ലെവൽ 3 വരുന്നത് എന്താണ്? ഏതെങ്കിലും 2 ഓർഗൻ ഫെയിലിയർ. ഓക്കെ, ഇത് എയർ ട്രാൻസ്പോർട്ടിന്റെ മാത്രമല്ല കേട്ടോ പറയുന്നത്. എയർ ട്രാൻസ്പോർട്ടിന്റെ നമ്മൾ ഈ ബെനിഫിറ്റുകളാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നത് നമ്മൾ അക്കംപൈൻ പേഷ്യൻസിന്റെ ഒപ്പം എത്ര പേര് പോകണം എന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഓരോ ലെവലിലെ പേഷ്യൻസിന്റെ ഒപ്പം എത്ര ആളുകൾ കൂടെ പോകും എന്നുള്ള കാര്യം കോമൺ ആയിട്ടുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. എയർ ട്രാൻസ്പോർട്ടിൽ മാത്രമല്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ ലെവലുകള്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നാല് ലെവലുകളും ഒന്ന് വായിക്കാം. എല്ലാവരും വായിച്ചു നോക്കണേ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചെക്ക് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. ആ സിംഗിൾ ഫെയിലിയർ ഓർഗൻസും ദെൻ 2 ഫെയിലിയർ ഓർഗൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലെവൽ 1 നിങ്ങൾ ഡിറ്ററേറ്ററി കണ്ടീഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ലെവൽ 1 ഡിറ്ററേറ്ററി കണ്ടീഷൻ അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാക്സിമം ഞാൻ ഷോർട്ട് ആക്കാനാണ് ശ്രമിക്കുന്നത് അല്ലെ. കുറെ വാരി വലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്കറിയാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് വായിക്കാം കേട്ടോ. ഓരോ ലെവലിലും ആരൊക്കെയാണ് പോകുന്നതെന്ന് കൂടി പഠിക്കണേ. ലെവൽ 1 വേറെ അക്കംപൈനിങ് ഒന്നും ചെയ്യുന്നില്ല. സോറി, ലെവൽ 0 ലെവൽ 1 പറഞ്ഞത് ഒരു പാരാമെഡിക് ട്രെയിൻഡ് നേഴ്സ് ആയിരിക്കണം പോകേണ്ടത് അല്ലെ. അക്കംപൈനിങ് മീനിങ് ഇത് എത്ര നേരം നമ്മൾ പറഞ്ഞില്ലേ? അനുഗമിക്കുക, കൂടെ പോകുന്ന നേഴ്സുമാരില്ലേ, അവരെയാണ് ഈ അക്കംപൈനഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലെവൽ 1 ഒരു പാരാമെഡിക് ട്രെയിൻഡ് നേഴ്സ് ആയിരിക്കും. ലെവൽ 2
ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിരിക്കും, കുറച്ചും കൂടി ട്രെയിനഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ നേഴ്സ്. ലെവൽ 3 വരുമ്പോ ഒരു ഡോക്ടറും വേണം, ഒരു നേഴ്സും, ഒരു പാരാമെഡിക്കും. ഓക്കെ, ഇത്രയും സിംപിളസ്റ്റ് ആയിട്ടല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. ഓക്കെ, ആ 4 ലെവലുകളും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഉള്ളിൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നമ്മൾ ആ കണക്ഷൻ വെച്ചിട്ട് പഠിച്ചോളൂ കേട്ടോ. ദെൻ കംപ്ലീറ്റ് ആയോ? വായിച്ചോളൂ കേട്ടോ. നിങ്ങള് ഓടിച്ചിട്ടൊന്നും വായിക്കണ്ട, ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുക. ലെവൽ 3 3 പേരുണ്ട്, ഡോക്ടറുണ്ട്, ഒരു നേഴ്സും, ഒരു പാരാമെഡിക്കും ആണ് കൂടെ പോകുന്നത് കേട്ടോ. പിന്നെ ആ ലെവലുകള് നിങ്ങൾ ആ ഒരു കോഡ് ഇട്ട് പഠിച്ചോളൂ. ലെവൽ 1 ലിറ്ററേറ്ററി കണ്ടീഷൻ അല്ലെ. നിങ്ങൾ സൈഡിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. അറിയാത്തവരാണെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ ചെറുതായിട്ട്. ലെവൽ 1 ലിറ്ററേറ്ററി കണ്ടീഷൻ. ലെവൽ 2 എന്താണ്? സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ലെവൽ 3 2 സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ലെവൽ 0 നോർമൽ പേഷ്യന്റ്. ഇത് മാത്രം പഠിച്ചാൽ മതി. എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. എല്ലാവർക്കും എഴുതണമെന്നില്ല, മനസ്സിലായവർ എഴുതണ്ട, കുഴപ്പമില്ല. ഒന്നുകൂടെ പറയണോ? ഓക്കെ, ലെവൽ 0 എന്ന് എഴുതാം, ഒരു ഹൈഫൺ കൊടുക്കാം. ലെവൽ 0 ലെവൽ 0 എന്നിടാം, ഒരു ഹൈഫൺ കൊടുത്തിട്ട് നോർമൽ പേഷ്യന്റ്. നോർമൽ പേഷ്യന്റ് എഴുതിയോ? പെട്ടെന്ന് എഴുതണേ, ഇടക്കിടക്കിട്ട് കുഞ്ഞുങ്ങളെ പോലെ ചോദിക്കരുതോ. ലെവൽ 0 നോർമൽ പേഷ്യന്റ്. ഓക്കെ, ഇനി ലെവൽ 1 എന്ന് എഴുതാം, ഒരു ഹൈഫൺ ഇടാം. ലെവൽ 1 ഹൈഫൺ ഇടാം. ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ. സ്പെല്ലിംഗ് ഞങ്ങൾ നോക്കിയതിനോ കേട്ടോ. ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ, അതായത് വഷളാകുന്ന സിറ്റുവേഷൻസ് വരുന്ന പേഷ്യൻസ്. ലെവൽ 1 ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ. ഇനി ലെവൽ 2 ക്ലിയർ മനസ്സിലായവർ എഴുതുന്നുണ്ടാ? ഞാൻ പറഞ്ഞതേ ഒട്ടും തന്നെ മനസ്സിലാകാത്തവരൊക്കെ ഒന്ന് എഴുതിയെടുത്തോളൂ. അപ്പൊ അത് മാത്രം ഈ എഴുതുന്നത് മാത്രം നോക്കിയാൽ മതി. അതാണ് ഈ സംഭവങ്ങളിൽ മൊത്തം പറയുന്നത് കേട്ടോ. എളുപ്പത്തിലൊന്ന് പറഞ്ഞത് ഷോർട്ടാക്കി തന്നുള്ളൂ. ലെവൽ 1 ഡിക്റ്റേറ്ററിംഗ് കണ്ടീഷൻ. ദെൻ ലെവൽ 2 സിംഗിൾ ഓർഗൻ ഫെയിലിയർ എഴുതിക്കോട്ടോ. അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗനോ, സിംഗിൾ ഓർഗൻ ഫെയിലിയർ, ഏതെങ്കിലും ഒരു ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ളവര്. സിംഗിൾ ഓർഗൻ ഫെയിലിയർ. ഓക്കെ, ദെൻ ലെവൽ 3 ഹൈഫൻ ഇട്ടോളൂ. 2 ഓർഗൻ ഫെയിലിയർ, ഏതെങ്കിലും 2 ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ളവര്. ഫെയിലിയർ ഓർഗൻസ്. ഓക്കെ, കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവരുടെയും? ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഇനി മനസ്സിലായെന്ന് പറയില്ലല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയില്ല? ഇപ്പോ മാക്സിമം ഷോർട്ട് ആക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒറ്റ ലൈനിൽ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ? പിന്നെ ഇത് എപ്പോ ചോദിച്ചാലും പറയാൻ സാധിക്കണം കേട്ടോ. ക്ലാസ് കഴിഞ്ഞൊരു ലാസ്റ്റ് 10 മിനിറ്റ്സ് ഞാൻ ചോദിക്കാം കേട്ടോ, അപ്പൊ പറയണേ. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ലെവലുകൾ നോക്കി അല്ലെ? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു സമ്മറി പോലെ പറയുന്നതാണ് കേട്ടോ. ഈ ഓരോ ലെവലുകളൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു സമ്മറി പോലെ. സമ്മറി മീൻസ് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ പറയുന്നതാണ്. നോക്കാം. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transfer
and should have enough training in advanced cardiac life support, airway management and critical care. അതായത് നമുക്കറിയാം ഈ അക്കമ്പൈൻ ചെയ്ത് കൂടെ പോകുന്ന ആളുകളിലെ വ്യക്തികള് അവരുടെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഒരു പുതിയൊരു ജോലിക്ക് കയറിയ ഒരു നഴ്സ് ആയിരിക്കും അങ്ങനെ പോകുന്നത് ആണോ? ആരെ വേണമെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോ അക്കമ്പൈൻ ചെയ്ത് വിടാറുണ്ടോ ഹോസ്പിറ്റലുകാരെ? ഇങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കും വിടുന്നത് കൂടുതലും. ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ ആയിരിക്കും വിടുക. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ആയിരിക്കും അല്ലെ, അതിൽ ട്രെയിനഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യം ഒരു ക്രിട്ടിക്കൽ കെയർ ടീമില് കൂടുതൽ പ്രാക്ടീസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ആയിരിക്കും ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ വേളയില് അക്കമ്പൈനിങ് ചെയ്ത് വിടുന്നത്. ഇനി അവര് അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് മീൻസ് നമുക്കറിയാലോ ഈ മോണിറ്ററിംഗ് സിസ്റ്റങ്ങളും എയർവേ മാനേജ്മെന്റും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയറിലൊക്കെ നല്ല രീതിയിൽ അതിലൊക്കെ അറിവുള്ള വ്യക്തികളായിരിക്കും സ്റ്റാഫുകളെ ആയിരിക്കും നമ്മൾ അക്കമ്പൈൻ ചെയ്ത് വിടുന്നത്. If the physician is not available to shift unable patient, unstable patient, then the provision of contacting the physician concerned by transport should certainly be ready for service. ഇപ്പോ ഒരു എന്താ പറയാ നമുക്ക് ആ ടൈമില് ഈ ഷിഫ്റ്റിങ്ങിന്റെ ടൈമിൽ ചിലപ്പോ ഫിസിഷ്യൻ അപ്പൊ അവൈലബിൾ അല്ലായിരുന്നു വരാം അല്ലെ, ചിലപ്പോ അവൈലബിൾ ആയിരിക്കില്ല. സോ അറ്റ് ആ ടൈമില് ആ ഒരു സ്റ്റാഫിന് ഫിസിഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്തത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. മീൻസ് അവരുടെ ഒപ്പം നിന്ന് അത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് ആ സ്റ്റാഫിന് ഉണ്ടായിരിക്കും. ഈ ക്രിട്ടിക്കൽ കെയർ ടീമിലും അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫർ സമയത്ത് രോഗിയുടെ ഒപ്പം പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ ഒരു സ്റ്റാഫിന് ഉണ്ടായിരിക്കും. സോ ആ ഒരു ഫിസിഷ്യൻ അവിടെ ഇല്ല എങ്കിലും ഫിസിഷ്യന്റെ സാന്നിധ്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ആ പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്ന ആ സ്റ്റാഫിന് കഴിയും എന്നാണ് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറിക്കൊക്കെ ഇപ്പോ നമുക്കറിയാം ഡോക്ടറിനൊപ്പം തന്നെ ഒരു ഹെഡ് നഴ്സ് പോലെ നിൽക്കാറുണ്ട് അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കാണാറുണ്ട്. ഡോക്ടർ പറയുന്നത് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും ഇല്ലേ? ആണോ? നിങ്ങളുടെ അറിവിൽ അങ്ങനെയുണ്ടോ? അങ്ങനെയല്ലേ? ഇപ്പോ ഡോക്ടേഴ്സ് ഒക്കെ സർജിക്കലിന്റെ ടൈമിലും പ്രോപ്പർ ആയിട്ട് അവര് സ്പീഡിൽ ഭയങ്കര സ്പീഡപ്പ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ. ഡോക്ടർ ഇങ്ങനെ ചിലപ്പോൾ പറയുള്ളൂ, ഡോക്ടറുടെ നിർദ്ദേശങ്ങളുടെ അനുസരിച്ചിട്ട് ആള് സ്പീഡിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യും. അപ്പോ ചിലപ്പോ ഡോക്ടർ ഇല്ലെങ്കിൽ പോലും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയും ട്രെയിനഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ എന്ത് ചെയ്യുക, അക്കമ്പൈൻ പേഴ്സൺ ആയിട്ട് വിടുന്നത്. അത്രമാത്രം പറയുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു സമ്മറി പോലെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി എടുക്കുന്നുള്ളൂ കേട്ടോ, നോക്കാം. എക്യുപ്മെന്റ്സ്, ഡ്രഗ് ആൻഡ് മോണിറ്ററിംഗ്. ഇനി എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ്? ഡ്രഗ്സ് മീൻസ് മെഡിസിൻസുകൾ അല്ലെ, മെഡിസിൻസുകൾ. ദെൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്തൊക്കെയാണെന്നാണ് ഇത് നോക്കുന്നത്. പോയിന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. A proper inspection with the provision of all life-saving drug is compulsory for transfer of all patient with level 1, 2 and 3 critical care needs. നമ്മൾ പറഞ്ഞു ലെവൽ 0 പേഷ്യന്റിന് വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ പേഷ്യന്റ് ആണ്. അപ്പോ അതിനാൽ ലെവൽ 1ലും 2ലും 3ലും വരുന്ന പേഷ്യൻസിന് അവരുടെ ആ ഒരു ട്രാൻസ്ഫർ വേളയില് അവർക്ക് ആവശ്യമായിട്ടുള്ള കമ്പൽസറി ആയിട്ടും അതിനുള്ള സേവിങ് ഡ്രഗ്സുകൾ സേവ് ചെയ്ത് വെക്കുക. അതായത് അത്യാവശ്യമുള്ള മെഡിസിൻസുകൾ എന്ത് ചെയ്യുക, നമ്മൾ പോകുന്ന ആ സമയത്ത് എന്ത് ചെയ്യണം, ശേഖരിച്ചു വെക്കണമെന്ന്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ലെവല് 1, 2, 3ലും ഉള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാം, ആ മെഡിസിൻസ് നമ്മൾ ശേഖരിച്ചു വെക്കണം. ആ ടൈമില് പെട്ടെന്ന് എന്തെങ്കിലും വഷളാവുകയാണെങ്കിൽ വണ്ടി നിർത്തി മരുന്ന് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിലും ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. സോ എന്ത് ചെയ്യാം, ഇതിനുള്ള മരുന്നുകൾ സജ്ജമാക്കി വെക്കണം. The transfer ambulance should be prepared with all drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. Means എന്താ, അതായത് ആ ആംബുലൻസിൽ ഈ പറഞ്ഞ സിറ്റുവേഷൻ ലെവൽ 1ലും 2ലും 3ലും വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ആ ആംബുലൻസിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ, ഡ്രഗ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. അതുപോലെ തന്നെ എയർവേ ഓപ്പറേഷൻസ് മീൻസ് ഓക്സിജേഷൻസ്, വെന്റിലേഷൻസ്. ഇപ്പൊ എയർവേ ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള പേഷ്യൻസും അങ്ങനെയുള്ളവരൊക്കെയാണല്ലോ 1ലും 2ലും 3ലൊക്കെ വരുന്നത്. ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്?
ഓക്സിജൻ സിലിണ്ടർ കണ്ടിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ ഓക്സിജൻ സിലിണ്ടറുകൾ. ഇനി വെന്റിലേഷൻ. ചില പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്റർ ആംബുലൻസ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ വെന്റിലേറ്റർ സജ്ജീകരിച്ചിരിക്കുന്നത്, ആ ഒരു സെയിം അറ്റ്മോസ്ഫിയർക്ക് തന്നെയായിരിക്കും ഒരു ആംബുലൻസിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സോ അങ്ങനെയുള്ള വെന്റിലേഷൻ ആംബുലേഷൻസ്. ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റെസ്പിറേഷൻ, അതായത് മോണിറ്ററിംഗ് സിസ്റ്റം ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതും സജ്ജീകരിച്ച് വെക്കണമെന്ന്. നമ്മളിങ്ങനെ ആ വേവ് ലെങ്ത് ഒക്കെ കാണിക്കില്ലേ മോണിറ്ററിംഗ് സിസ്റ്റം. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസുകളൊക്കെയാണ് 1, 2, 3 ലെവലിലുള്ള പേഷ്യൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. All the inspection needs to be confirmed before beginning of transfer together with the starting of infusion drugs. എന്ത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ്? ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്താണ്? ഡ്രഗ് എന്ന് വെച്ചാൽ എന്താ? മെഡിസിൻസ് ആണ് അല്ലെ? അപ്പൊ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സുകളൊക്കെ ഇല്ലേ? പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ഇൻഫ്യൂഷൻ. നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന, പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സുകൾ. ഓക്കെ, അപ്പോ ഓൾ ദ ഇൻഫ്യൂഷൻ ഡ്രഗ്സ് സ്റ്റാർട്ടിങ് വിത്ത് ഇൻഫ്യൂഷൻ ഡ്രഗ്സ് അല്ലെ? അപ്പൊ നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എല്ലാ പരിശോധനകളും സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ? പ്രോപ്പർ ആയിട്ട് ആ ടൈമിൽ തന്നെ എല്ലാ പരിശോധനകളൊക്കെ ചെയ്യണം. ദ ഡ്രഗ് റിക്വയർഡ് ഫോർ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇൻവോൾവ്. ഇനി പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മെഡിസിൻസിന്റെ പേരുകളാണ് ഇനി പറയുന്നത് കേട്ടോ. പേരുകൾ കണ്ട് പേടിക്കേണ്ട, കുറച്ച് മെഡിസിൻസിന്റെ പേരാണ്. ഒന്നും കൂടി പറയാം. മെഡിസിൻസിന്റെ പേരുകളാണ് പറയുന്നത്. മസിൽ റിലാക്സൻസ്, അതായത് വേദന മസിൽസിന്റെ ഒക്കെ റിലാക്സൻസ് കിട്ടുന്ന അതിനുള്ള മെഡിസിൻസുകൾ. സെഡേറ്റീവ്സ്. സെഡേറ്റീവ്സ് മീൻസ് എന്താണ്? സഡേഷൻ, മയക്കം കിട്ടുന്ന തരത്തിലുള്ള മെഡിസിൻസുകൾ. അതായത് ചിലപ്പോൾ വളരെ വേദനയുള്ള അനുഭവിക്കുന്ന പേഷ്യൻസിനൊക്കെ സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ നൽകും. അപ്പൊ അവർ ആ മയക്കത്തിൽ അവരുടെ വേദനയൊന്നും അറിയില്ല. സെഡേറ്റീവ്സ്. ഇനി അനലജിസിസ് മീൻസ് എന്താ? അനലജിസിസ് കേട്ടിട്ടുണ്ടോ? പെയിൻ കില്ലറുകളില്ലേ? പെയിൻ കില്ലറിന്റെ തന്നെയാണ് അനലജിസിസ് എന്ന് പറയുന്നത്. വേദന സംഹാരികൾ. ഇൻട്രോപ്പസ്. ഇൻട്രോപ്പസ് എന്താ? ബി പി ലെവലൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഇൻട്രോപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെഡിസിൻസിന്റെ പേരുകളാണ്, പേടിക്കണ്ട. അതായത് എന്തൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മള് ശേഖരിച്ചു വെക്കേണ്ട, നമ്മുടെ ആ ഒരു ആംബുലൻസിൽ സ്റ്റോർ ചെയ്യേണ്ട മെഡിസിൻസിന്റെ പേരുകളാണ് പറഞ്ഞത് കേട്ടോ. റെസിസ്റ്റേഷൻ. റെസിസ്റ്റേഷൻ ഡ്രഗ്സ് എന്ന് വെച്ചാൽ പുനരുജ്ജീവനത്തിനുള്ളത്, പെട്ടെന്ന് തന്നെ എഫക്ട് കിട്ടുന്ന, നമ്മളുടെ ജീവൻ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെഡിസിൻസുകൾ നമ്മൾ ആംബുലൻസിൽ സജ്ജീകരിച്ച് വെക്കേണ്ടത് എന്ന് പറയുന്നത്. The person responsible to patient transfer should assure correct supply of this emergency drug. അല്ലെ? അപ്പോ എന്താണ്? രോഗിയുടെ കൈമാറ്റത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരു വ്യക്തി, അതായത് ആ കൂടെ പോകുന്ന സ്റ്റാഫ് ഈ മെഡിസിൻസുകളൊക്കെ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Some of these drugs may be needed to prepare in pre-filled syringes before the transfer. ഇനി ചില മരുന്നുകൾ നമ്മൾ ഓൾറെഡി സിറിഞ്ചിൽ ഫില്ല് ചെയ്തിട്ട് കൂടി വേണം നമ്മൾ പോകാനായിട്ട്. ആ സമയത്ത് ചിലപ്പോ മരുന്നെടുത്ത് സിറിഞ്ചിലേക്ക് കയറ്റാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെ? ചിലപ്പോ പെട്ടെന്ന് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് മെഡിസിൻ പൊട്ടിച്ച് സിറിഞ്ചിലൊക്കെ ഇഞ്ചക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അത്രയും ടൈം വേസ്റ്റ് ആവും. നമുക്കറിയാം, മാക്സിമം ടൈം വേസ്റ്റ് ആകാണ്ട് തന്നെ ആളെ ട്രാൻസ്ഫർ ചെയ്ത് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് എത്തിക്കണം അല്ലെ? അതുകൊണ്ട് സിറഞ്ചസിൽ വരെ നമ്മൾ എന്ത് ചെയ്യുക? മരുന്നൊക്കെ ഫിൽഡ് ആക്കിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് വേണം ട്രാൻസ്ഫർ സമയത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? മെഡിസിൻസിന്റെ പേരുകൾ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ആ മെഡിസിൻസിന്റെ പേരുകളെ അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? മെഡിസിൻസിന്റെ പേര് മാത്രമുള്ള ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. വലിയ അത് അങ്ങനെ നിർബന്ധം മീൻസ് എന്താ പറയാ അറിഞ്ഞിരിക്കാം മെഡിസിന്റെ പേരുകൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation, and temperature. ഇനി
ഈ നമ്മള് പോകുന്നതിന് മുൻപ്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് മിനിമം സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങള്, മിനിമം നിലവാരത്തിലുള്ള എന്താണ് പരിശോധനകളൊക്കെ നടത്തണമെന്ന് ഒരു പേഷ്യന്റിന്. അത് എന്തൊക്കെ പരിശോധനകൾ എന്നാണ് പറയുന്നത്? ഇലക്ട്രോകാർഡിയോഗ്രാം, ECG ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ECG ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആക്രമണകാരിയല്ലാത്ത തരത്തിലുള്ള ബ്ലഡ് പ്രഷർ, BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ റേറ്റ് എത്രയൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. നമുക്കറിയാം ഒരു നോർമൽ പേഴ്സന്റെ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറയുന്നത് 96 to 100 ആണ്. എഴുതി വെച്ചോളൂ കേട്ടോ. ഓക്സിജൻ സാച്ചുറേഷന്റെ അവിടെ 96 to 100 എഴുതി വെച്ചോളൂ. നോർമൽ ഓക്സിജനേഷൻ റേറ്റ് ആണ് 96 100 കേട്ടോ. 96 to 100 ആണ് ഒരു നോർമൽ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്ന് ഓക്സിജന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ചെറിയ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ചെറിയ രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ഒന്ന് നടത്തി വെക്കാം. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് ചെറിയ ചെറിയ എന്താണ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ECG എടുക്കുകയോ അതുപോലെ ഓക്സിജന്റെ ലെവൽ നോക്കുക, BP നോക്കുക, ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അത്രയും മതി ആ പോയിന്റിൽ കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റിൽ നോക്കാം. All the inspection equipments should be secured accurately and should be placed at below the level of patient for uninterrupted inspection. The electrical device must be functional on battery power with the provision of extra batteries during transfer. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം ആംബുലൻസിലെ നമ്മൾ പോകുമ്പോ ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മോണിറ്ററിംഗും കുറെ വയറുകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം രോഗി കിടക്കുന്നതിന് താഴെയായിട്ട് വേണം സെറ്റ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. മീൻസ് രോഗിക്ക് ശല്യമില്ലാത്ത രീതിയിൽ താഴെയായിരിക്കണം മോണിറ്ററിംഗ് മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുവാൻ. ഇനി ഇലക്ട്രിക്കൽ ഡിവൈസസ് ഉണ്ടെങ്കിൽ ചില ഡിവൈസസ് ഒക്കെ ബാറ്ററിയിൽ ചാർജ് ആയിട്ടുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ ബാറ്ററി തീർന്നു പോവുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരാം. സോ അതിന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബാറ്ററി പവറൊക്കെ ചാർജ് ഫുൾ ആണോ എന്ന് അറിയുക, നോക്കണം, ചെക്ക് ചെയ്യണം. അതുപോലെ എക്സ്ട്രാ ബാറ്ററീസും കയ്യിൽ കരുതണം. അതുകൊണ്ടാണ് ആ സമയത്ത് ബാറ്ററി തീർന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്തി ഒരു ഷോപ്പിൽ പോയിട്ട് ബാറ്ററി വാങ്ങിക്കാനൊന്നും പറ്റില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? ബാറ്ററി എക്സ്ട്രാ ബാറ്ററി കൂടി കയ്യിൽ കരുതണം. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഉപകരണങ്ങളും മോണിറ്ററുകളും എന്ത് ചെയ്യുക? പേഷ്യന്റ് കിടക്കുന്നതിന് താഴെയായിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ ബാറ്ററി ഉള്ള ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ഒരു ബാറ്ററി കൂടി നമ്മൾ കരുതണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. Patient on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with the tidal volume, airway pressure, inspiratory ratio, inspired oxygen fraction and respiratory rate. പിടിച്ചപ്പോണ്ടാക്കുന്ന വാക്കുകൾ കൊണ്ട് ആരും പേടിക്കണ്ട. സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ പേഷ്യന്റിന് വെന്റിലേറ്റർ പേഷ്യന്റ് ആണ്, ഒരു വെന്റിലേറ്റർ പേഷ്യന്റിനെയാണ് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മേ ബി ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് വെന്റിലേറ്റർ ആംബുലൻസ് നമ്മൾ കണ്ടില്ലേ, പലതരത്തിലുള്ള ആംബുലൻസുകൾ ഇപ്പൊ അവൈലബിൾ ആണല്ലോ. ICU ആംബുലൻസ് ഉണ്ട്. അതായത് എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ICU, അതുപോലെ തന്നെ ആയിരിക്കും പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ആംബുലൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വെന്റിലേറ്റർ ആംബുലൻസ് ആയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെയുള്ള വെന്റിലേറ്റർ ആംബുലൻസ് ആയിരിക്കണം നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. സോ ഒരു വെന്റിലേറ്ററിൽ എന്തൊക്കെയുണ്ടോ ഫെസിലിറ്റീസ്, ആ ഒരു സജ്ജീകരണങ്ങൾ തന്നെ ആ ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ മെയിൻ ആയിട്ട് ആ ഒരു ആംബുലൻസിലുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് നോക്കാം. ഡിസ്പ്ലേ അലാറംസ് ഉണ്ടാവും. അലാറംസ് മീൻസ് ഡിസ്പ്ലേ അലാറംസ് വിത്ത് ടൈഡൽ വോളിയം. ഈ വോളിയത്തോട് കൂടി കേൾക്കുന്ന അലാറംസ്. ഇപ്പൊ എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി അല്ലെ, സൈറൺ. ഓക്കെ, സൈറൺ എന്നൊക്കെ പറയാം. നിങ്ങള് അതുപോലെ തന്നെ ഇൻസ്പിറേറ്ററി, ഇപ്പൊ വിശ്വാസം നിരക്കറിയാനായിട്ട് ഓക്സിജൻ ലെവലിൽ കൂടുകയോ താഴുകയോ ചെയ്യുമ്പോൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അലാം സെറ്റ് ചെയ്യും. സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ ആണോ? സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ,
ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും കാണുന്നില്ലെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, നമ്മളുടെ ഇഷ്യൂ അല്ലാതെ. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെയുള്ള അലാറംസ് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ക്രിട്ടിക്കലി കിടക്കുന്ന ഒരു ബീപ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു വേവ് ലെങ്ത് ഇങ്ങനെ കൂടി കുറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുകയോ ഒക്കെ ചെയ്യുമ്പോഴേ ഒരു ബീപ് സൗണ്ട് ഒക്കെ കാണിക്കും. ഫിലിമിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും ഒന്നും കാണാറില്ല എല്ലാവരും, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഫിലിമിന്റെ പേരൊക്കെ എനിക്ക് അറിയില്ല, ഒത്തിരി ഫിലിമിലൊക്കെ അങ്ങനെയുണ്ട് അല്ലെ, ഇങ്ങനെ ബീപ് സൗണ്ട് ഒക്കെ. ഇനി ഫിലിമൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അതിനാണ് നമ്മൾ ഈ അലാറംസ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ വോളിയം ലെവലിൽ മീൻസ് ഇപ്പൊ ഓക്സിജൻ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ അലാറംസ് കടിക്കുന്നത്. സോ ഒരു വെന്റിലേറ്റർ ആംബുലൻസിൽ ഇങ്ങനെയുള്ള അലാറംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തിലൊക്കെയാണ് ഈ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. എക്സ്പിറേറ്ററി റേഷ്യോ മീൻസ് ഓക്സിജൻ ഫ്രാക്ഷൻ, ഓക്സിജന്റെ ലെവല് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നോക്കാൻ, ശ്വാസങ്ങളൊക്കെ എടുക്കുന്നത്, ശ്വാസം കിട്ടുന്നുണ്ടോ, അതിനൊക്കെ അപ്പൊ കിട്ടുന്നില്ല അല്ലെങ്കിൽ കൂടെ കുറയണമെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ഈ ബീപ് സൗണ്ട് അടിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഒരു ഡോക്യുമെന്റേഷന്റെ കുറച്ച് പോയിന്റ്സ് കൂടി വരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, പെട്ടെന്ന് പോയില്ലേ നമ്മുടെ ചാപ്റ്റർ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞു കേട്ടോ, പെട്ടെന്ന് പോയോ അല്ലെ? പെട്ടെന്ന് കഴിഞ്ഞു, വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ് അല്ലെ? നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ? ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, തീർക്കാൻ പറ്റും തോന്നുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരും. ദെൻ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നത്? ഏതൊക്കെയായിരുന്നു കംപ്ലീറ്റ് ആയത്? ICU എടുത്തു അല്ലെ? ICU, ആ, ഹോസ്പിറ്റൽ വാർഡ്സ് എടുത്തു. ICU, ഇൻപേഷ്യന്റ് കഴിഞ്ഞു. ദെൻ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ഓക്കെ മാം ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇൻട്ര എന്ന് പറഞ്ഞ ഉള്ളിലൊന്നും ഇഞ്ചർ പുറത്തുനിന്നാ പറഞ്ഞിരുന്നത്. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലോ? ആ, പിന്നെ റെക്കോർഡ് ക്ലാസ് കേട്ടപ്പോ മിസ് ഇൻട്ര ഔട്ടെന്നും ഇഞ്ചർ ഉള്ളിലെന്നും പറഞ്ഞു. അപ്പൊ അത് കൺഫ്യൂഷൻ ആയി. ഇന്റർ മീൻസ് ഉള്ളിലാണ് കേട്ടോ. ഇന്റർ മീൻസ് ചിലപ്പോ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതായിരിക്കും കേട്ടോ. ഇന്റർ എന്ന് പറഞ്ഞാല് ഉള്ളിൽ നിന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്നുള്ള ഒരു ടേം പറയില്ലേ, അത് തന്നെ കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ചിലപ്പോ ഞാൻ പറഞ്ഞപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കാണോ അല്ലേ? ഓക്കെ, അപ്പൊ മിസ് പറയുമ്പോ ഇന്റർനാഷണൽ എന്നൊക്കെ പറയുമ്പോ പുറത്തല്ലേ, ഇന്റർനാഷണൽ അങ്ങനെ നമ്മള് ഇതിന്റെ ഹോസ്പിറ്റലിന്റെ ഈ ഒരു അതേ പറഞ്ഞ് ഓക്കെ. ഇവിടെ നമ്മൾ ഇന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അകത്തും, നമ്മൾ ഇന്റർ പോർഷൻ എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ടൈം നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ കോമൺ ആയിട്ട് ഇന്നും ഔട്ടും അത്രയും നോക്കിയാൽ മതി. ഇന്നുള്ളത് ഉള്ളിൽ നിന്നുള്ളത് നമ്മൾ പറയുക, ഔട്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ ഇന്റർ മീൻസ് ഏതെങ്കിലും, ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിക്കാം. രണ്ടും കൂടെ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം, മറ്റേത് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാലോ. ഇന്റർ എന്നുള്ളത് ഉള്ളിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇൻട്രാ മീൻസ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഇന്റർ ഉള്ളിൽ തന്നെ. ക്ലിയർ ആയോ മിസ്? ഇൻട്ര എന്നുള്ള വേർഡിന്റെ അർത്ഥം വിത്തിൻ അല്ലേ? ഇൻട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ചാപ്റ്ററിൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻട്രാ ആൻഡ് ഇന്റർ അല്ലെ. അപ്പൊ ഇൻട്രാ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പുറമേ ഉള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇന്റർ ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വാർഡിനുള്ളിൽ തന്നെ വരുന്നത്. നമ്മൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം പ്രത്യേകം പറഞ്ഞായിരുന്നു കണ്ടോ, ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. ഈ എക്സ്റ്റേണൽ തന്നെയാണ് ഇൻട്രാ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഡൗട്ട് വന്നോ ഇപ്പോ? ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മാറിപ്പോകുന്നുണ്ടോ? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളില്. ഞാൻ പറഞ്ഞത് പഠിക്കുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ വേറെ കൂടുതലൊന്നും നോക്കണ്ട, എക്സാമ്പിൾ വെച്ച് പഠിക്കുക. ഇന്റേണലിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു ഒരു വാർഡിൽ നിന്ന് ICUലേക്ക് വരുന്നത്, അതായത് പുറത്തേക്ക് പോകുന്നില്ല. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എന്താണ്? ജനറൽ വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. എക്സാമ്പിൾ ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. വേറെ പുറത്തുനിന്ന് അങ്ങനെ വേറെ ക്വസ്റ്റ്യൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ആ എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കണം. ഞാനപ്പോ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു പ്രത്യേകം, എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ,
മിസ് ഇന്റേണലും എക്സ്റ്റേണലും ഒക്കെ മനസ്സിലായി. പക്ഷെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ മിസ് ഇന്ററും വേറെ, പിന്നെ റെക്കോർഡ് ക്ലാസ്സിലും വേറെയും പറഞ്ഞു. അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി. നിങ്ങൾ ഇത് നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ ഇന്റർ മാറി പോകണമെങ്കിൽ ഇന്ററാന്നുള്ള ടേം നമുക്ക് വേറെ പറയുന്നില്ല ഇവിടെ. പക്ഷെ ഇന്ററാന്നുള്ള ടേം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഡൗട്ട് ഒന്നും വരില്ലല്ലോ. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഇന്റേണലും എക്സ്റ്റേണലും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ഇത് നോക്കണ്ട, അത് ആ വശത്തേക്ക് നോക്കണ്ട. ഇന്ററ. ഓക്കെ, ദെൻ ഇങ്ങനത്തെ ക്ലാസ് വലിയ കുഴപ്പമില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നിങ്ങളോട്. കുറച്ച് ഡിസീസസും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കത് പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എന്താണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, കുഴപ്പമില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? മാക്സിമം ഞാൻ ഷോർട്ട് ആക്കി പറയാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്? ഓക്കെ, ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ എടുക്കാനായിട്ട്. ദെൻ അപ്പൊ നമ്മള് മൂന്ന് ചാപ്റ്റേഴ്സ് അല്ലേ ഇപ്പൊ കംപ്ലീറ്റ് ആയത്? 4 ചാപ്റ്റേഴ്സ്. ICU, വാർഡ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞില്ലേ നമ്മളുടെ? 4 ചാപ്റ്റേഴ്സ്. 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇനി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് നമ്മൾ പഠിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഔട്ട് പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാട്ടോ കയ്യില്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിന്റ് എടുത്ത് വെച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ കൂടി സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, പഠിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? ക്ലാസ്സുകൾ ഓരോ ചാപ്റ്റർ എടുത്ത് പോകുന്നതനുസരിച്ച് പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ടോ? ചോദിച്ചപ്പോ റിപ്ലൈ ഒന്നും ഇല്ല ആർക്കും. ഓക്കെ, അപ്പൊ പഠിക്കാട്ടെ. നല്ല പോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോ അതനുസരിച്ച് നിങ്ങൾ പഠിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്പോ ഔട്ട് പേഷ്യന്റിന്റെ ഒന്ന് കോപ്പി എടുത്ത് വെക്കാം. നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തേക്കണേ. ഔട്ട് പേഷ്യന്റ് ആണ് നെക്സ്റ്റ് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യണോട്ടോ. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, Thank you, ma'am. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. Thank you, ma'am. ഇല്ല, തുടങ്ങിയില്ല. മലക്കോട് പോയോ? പോയതാ? എന്താ ആൾക്കാര് കളിക്കും? എന്താ എന്തുവാ? ചേനയോ? ഇത് കളിക്കുന്ന വെള്ളം വന്നോ? എന്ത് കൈ കൊക്കുന്ന? ചിന്താവ വിളിക്കുന്നോ? ചിന്താവ വിളിക്കുവാന്നോ? നാട്ടിൽ വെള്ളം കൊടുക്കും.